Audio Jungle. Audio Jungle. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമർ. ഗൈസ്, നമ്മൾ കളിക്കുന്ന റോബ്ലോക്സിനകത്തെ ഹൈഡ് ആൻഡ് സിക്കാണ്. ഇപ്പോൾ നമ്മൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഗെയിമാണ് ഹൈഡ് ആൻഡ് സിക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കളർ അടിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നതാണ് ഗൈസ്. അപ്പം പറഞ്ഞു നീട്ടുന്നതിന് നേരെ വീഡിയോയിലേക്ക് കടക്കാം. A few moments later. അവസാനം നമ്മൾ കയറിയിട്ടുണ്ട് സാധനത്തിന്. രണ്ടാമതാണ് ആവശ്യം നമ്മളെ റോബ്ലോക്സ്. ഞാൻ ഭയങ്കര സ്കിൻ പോലെയൊക്കെ ചെയ്യാൻ നോക്കി. ഓക്കെ, ഇതൊക്കെ എന്ത് സാധനം? ഓക്കെ, നമ്മൾ ഒളിക്കേണ്ട സ്ഥലം നമ്മൾ ഞെക്കിയിട്ടുണ്ട്. വോട്ട് ഇതൊന്നും ഞെങ്ങിയിട്ടാവാത്തത് ഞങ്ങളുടെ ഞെങ്ങ് ഇതൊന്നും ഞെങ്ങാത്തേ പാവം ഞെങ്ങുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്കപ്പം ഒന്ന് ഞെക്കി നോക്കാം ഒന്നും കൂടെ. ഓ ഗൈസ്, ഇത് ഓട്ടിട്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, എന്നിട്ട് ഗൈസ് അവർ വോട്ട് ചെയ്ത് കളയട്ടെ. നമുക്ക് നോക്കാം എന്താ വോട്ട് ചെയ്ത് എവിടെ എത്തുന്നതെന്ന്. നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ് പച്ച കളർ. നമ്മൾ ഹൾക്ക് കൂട്ടനാണ് ഗൈസ്. ഹൾക്കിന് വരെ അപമാനമാണ് നമ്മൾ. അതെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓടി കളിച്ച് നടക്കാം. നമ്മളെന്തോ ഹാക്കറും പോയിട്ട് എന്തോ ഒരു സാധനം എന്തോ നമ്മൾ കില്ലിനോ അങ്ങനെ എങ്ങാണ്ട് പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മളപ്പം ദാണ്ട് കയറിയിട്ടുണ്ടോ കാണിക്കുന്നേ ഗൈസ്. എന്തോന്നും നമുക്ക് അറിഞ്ഞൂടെ. ഗെയിം പോസ് ആയതാണ്. ഓ അതെ ഗൈസ്, അപ്പോൾ അതേ ഗെയിം പോലെ തന്നെയാണ് ഗൈസ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും ഒളിക്കുന്ന നല്ല സ്ഥലം കണ്ടുപിടിക്കണം. നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാത്ത സ്ഥലം തട്ടിത്ത് തന്നെ. എനിക്ക് ഒരു എന്നെ തന്നെ വ്യക്തമല്ല ഗൈസ് എന്തെടുക്കാനാണെന്ന് പറയുന്നത്. നമ്മളത്രയ്ക്ക് ഇത് കില്ലാടി ആയി പോയില്ല. ഓക്കെ, നമുക്ക് കയറി കിടക്കാം ഗൈസ്. ഉറങ്ങാം, നമുക്കൊന്ന് ചെറുതായിട്ട് ഉറങ്ങി എണ്ണീക്കട്ടെ. കുറേ കാലം ഉറങ്ങിയിട്ട് തോണ്ട കിടന്നു. അപ്പോൾ നമുക്ക് ചാച്ചിട്ട് കാണാം. അവസാനം നമ്മൾ കളറടിക്കുന്ന സാധനം കണ്ടുപിടിച്ചിട്ട് ഈ ബെഡിൻ്റെ കളറാണ്. ഓക്കെ, നമുക്ക് ബെഡിൻ്റെ കളറിൽ അടിച്ചു വെക്കാം. അതാ അടിച്ചു. ഗൈസ് ഒന്നും ആവുന്നില്ല. അയ്യോ ഗൈസ്, കളർ മാറിപ്പോയി. കളർ മാറിപ്പോയി. യെസ്, കളർ മാറിയ സ്ഥിതിക്ക് ഇപ്പോൾ കളർ എങ്ങനെ മാറ്റേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ. കാര്യം നമുക്ക് അങ്ങനെ കിടക്കാം. ആരെങ്കിലും വന്ന് കണ്ടുപിടിക്കട്ടെ. ഹാക്കർ സ്നീക്കർ ആവുന്നതിന് നല്ലത്. സീക്കർ ഗൈസ്, സ്നീക്കർ പോലും. ഓക്കെ, ഒരു കാര്യം ചെയ്യുക, ഇതോടെ ഒളിച്ചിരിക്കുക. ഓക്കെ, ഇത് ഫസ്റ്റ് റൗണ്ടാണ് ഗൈസ്. നമ്മളെ കണ്ടുപിടിക്കുമോ ഉള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ആദ്യം എന്നാക്കി കണ്ടുപിടിക്കാൻ പോലെ നമുക്കൊരു കാര്യം ചെയ്യാം. ചൂളം അടിച്ച് നമുക്ക് പോയിൻ്റ് കൂട്ടാം. ഓക്കെ, ആരെങ്കിലും വരുന്നുണ്ടോ ആവോ. ഓക്കെ, നമുക്ക് ഇതുവഴിയൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, വലിയൊരു കാര്യം വരുന്നില്ല. ഞാനാണ്ട് ഇപ്പോഴും ഇവിടെ ഒളിച്ചിരുന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് ഷോർട്ട് വീഡിയോ ആയിരിക്കും ഗൈസ്. ഇതുവഴിക്ക് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നതായിരിക്കും. റോബ്ലോക്സിൻ്റെ നൈസ് ഗെയിം അക്കൗണ്ടൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കിനും ഷെയറിനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് ബെല്ലൈക്കൺ ഓളി വെച്ച് നമുക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ കാര്യം ചെയ്യോട്ടെ തന്നെ ഇരിക്കുക. ഇപ്പം എന്താ ചെയ്യുന്നത്? അയ്യോ ഗൈസ്, കറുത്ത കളർ. അയ്യോ പണിപ്പാളി. അയ്യോ ഇവിടെ കറുത്ത കളർ എന്തിനാണ് എടുത്തടിച്ചേ? കറുത്ത കളർ മാറ്റാൻ നോക്കിയിട്ട് നമ്മളെ ബെഡിൻ്റെ കളർ പോലെ ഒന്നും ആയില്ല. ഇപ്പോൾ ഇതുപോലെ ഇരിക്കുന്നത് എന്തെടുക്കാനാന്ന് പറയാം. ആകെ ഡെങ്ങേറാണ് ഗൈസ്. ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് ദൈവത്തിന് അറിയാം. ഓക്കെ, നമുക്കപ്പോൾ ഇത് അടിച്ച് നോക്കാം. മിണ്ടം പോണി ഗൈസ്. അപ്പോൾ ഇതാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള കളർ അല്ല ഗൈസ്, പിന്നെയും പണി. ഓക്കെ, ആരെങ്കിലും വന്ന് കണ്ടുപിടിക്കുമെന്ന് ദൈവത്തിന് അറിയാം. നമുക്കിതുവഴിയൊക്കെ ഇരുന്ന് നോക്കാം. നമ്മളെപ്പോഴും 2 സീക്കർമാരേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ഒളിച്ചിരിക്കുകയാണ്. എന്നെ കണ്ടുപിടിക്കുള്ള ഗൈസ്. ഏത് കൊലക്കൊമ്പൻ നിന്നാലും നമ്മളെ കണ്ടുപിടിക്കുള്ള കാര്യം. നമ്മളെ ബെഡൊക്കെ കിടക്കുവാണല്ലോ, ആരും കണ്ടുപിടിക്കാൻ. നമുക്കപ്പം 74 സെക്കൻഡായി ഗൈസ്. എൻ്റെ മോനെ നമുക്ക് പോയിൻ്റ് കൂട്ടാം ഗൈസ്. നമുക്ക് പോയിൻ്റ് ഇട്ടങ്ങ് കൂട്ടാം. ഓക്കെ, നമുക്ക് കുറേ നേരമായിട്ട് പോയിൻ്റ് കൂട്ടാൻ നോക്കുന്നത്. ആരെങ്കിലും വരുമോ? എൻ്റെ മനസ്സ് പറയുന്നത് പോയിൻ്റ് കൂട്ടുന്ന നിർത്താനെന്ന്. എൻ്റെ പൊന്നെ. ഓക്കെ, നമുക്ക് നോക്കാം. കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും ഇതൊട്ട് വന്ന പോലുമില്ല. കണ്ടോ ശിവനിത് ഏത് പൊത്തിന് ചാടി വന്നു? എൻ്റെ പൊന്നടാവേടാ, എൻ്റെ പിടിവെക്കല്ലടാ. ഓ ഗൈസ്, എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ഞാനാണെങ്കിൽ പേടിച്ചു പോയി. ഇവരെന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നു? ചാടി കളിക്കുന്നു. ഫൊട്ടനാന്ന് തോന്നുന്നു ഗൈസ്. നമ്മളെ കണ്ടില്ല നമ്മളെ കളർ അടിച്ച് വെച്ചിട്ട്. ഓക്കെ, ഒരു കാര്യം നമുക്ക് ഇതുവരെ അങ്ങ് കിടക്കാം. നമുക്ക് അടുത്തത് സീക്കർ വരുവാണെങ്കിൽ നമ്മളിതുപോലെ സംവിധാറേണ്ടതാണ്. ഓക്കെ, 5 ഹൈഡേഴ്സേ ഉള്ളൂ. നമ്മളെ അതിനകത്തുണ്ട്. താണ്ട നമുക്കൊന്ന് ക്യാമറ ഒന്ന് മാറ്റി നോക്കാം. അടിപൊളിയായിട്ട് ആരുടെ കുനിഞ്ഞിരിക്കുന്നു ഗൈസ്. അതുകൊണ്ട് കിടന്നോണ്ടൊക്കെ പോകുന്നു എൻ്റെ മോനെ സീൻ. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ തന്നെ കിടന്നുകൊണ്ടിരിക്കട്ടെ. നമുക്ക് വിസ അടിച്ച് പോയിൻ്റ് കൂട്ടാം. ഓക്കെ, നമ്മളെ ടൈമൊക്കെ കഴിയാറായിട്ടുണ്ട്. 8 സെക്കൻഡ്
അത്രേ ഉള്ളു ഗൈസ്. ഗൈസ് നമ്മൾ ജയിക്കാറായിട്ടുണ്ട്. 2 സെക്കൻഡ് 1 സെക്കൻഡ്. അതാ നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. അതെ നമ്മളതങ്ങനെ ഫസ്റ്റ് ലെവൽ ജയിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതുവരെയായിട്ട് കളിക്കറിയാത്ത സാധനങ്ങളെല്ലാം കളിച്ച് ജയിച്ചിരിക്കുന്നു ഗൈസ്. രണ്ടാം പൊട്ടം വന്നിരിക്കും ഗൈസ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളാണ് തോന്നുന്നു കൂടുതൽ ഒളിച്ചിരുന്നത്. എന്തോന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒക്കെ അടുത്ത് നമ്മൾ ആരാവുന്ന ദൈവത്തിന് അറിയാം. നമ്മളെപ്പോഴും പച്ചക്കളറാണ്. എല്ലാവരും വിചാരിക്കും ഇവൻ എന്നിട്ട് പച്ചക്കളർ അടിച്ച് വെച്ചേക്കുന്നത്. അവരെന്തെങ്കിലുമൊക്കെ വിചാരിക്കട്ടെ, നമുക്കെന്ത് ഒക്കെ. അപ്പോൾ അടുത്ത ലെവലിലോട്ട് പോകാറായിട്ടുണ്ട്. നമ്മൾ ആരാവും ഗൈസ്. ഓക്കെ, സീക്കറാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം സീക്കറാവുമോ അതോ വേറെ ആരെങ്കിലും ആവുമെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. 5 സെക്കൻഡ് 4 സെക്കൻഡ് 3 സെക്കൻഡ് 2 സെക്കൻഡ് 1 സെക്കൻഡ്. എൻ്റെ മോനെ ആരാവും. എൻ്റെ മോനെ സീക്കർ. നമ്മളെന്നെല്ലാവരും വെടിവെച്ച് കൊന്നിരിക്കും ഗൈസ്. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഞാൻ ഏത് ജയിലിലവിടെ കിടക്കുന്നത്? എടാ ഇതേതാ കുതാബ്? എടാ ഏതാടാ ഈ ജയിൽ? എന്നെ വെറുതെ വിടറേ ഗൈസ്. ഏതോ ഒരു ജയിലിൽ കൊണ്ടിട്ടിട്ട് ഞാനിത് എന്തെടുക്കണം ഇവിടെ കിടന്ന്. ദാണ്ട് എൻ്റെ ഇതൊക്കെ മാറ്റാൻ പറ്റും. എന്തുവാ ക്യാമറ ആംഗിള്. ഓക്കെ, തോണ്ടത്തിന് ഓടിപ്പോകുന്നു. കൊച്ചിർക്ക് അവിടെ നിൽക്കണം. ഒരു ഒറ്റ അടി വെച്ച് തന്നുണ്ടല്ലോ. എൻ്റെ അത്ര പോലും ഇല്ല. ഓക്കെ, ഒരു സീക്കർ മാത്രമേ ഉള്ളൂ ഗൈസ്. രണ്ടാമതൊരു സീക്കർ കൂടെ എത്തുമായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം രണ്ടാമത് വരുമോ എന്ന്. ഓക്കെ, 16 സെക്കൻഡ് 13 സെക്കൻഡ് 2 സീക്കർ. എൻ്റെ പോലെ ഏതാണ് ഫാഗിങ് കിട്ടവൻ? എവിടെ? ഫാഗിങ് കിട്ടവൻ. എൻ്റെ പോലെ ചേച്ചിയോടും ചാട്ടം കണ്ടു. അങ്ങനെ നമ്മളെ ജയിലിൽ നിന്ന് മോചിത തന്നെ. ഇതെന്തോട്ട് വെള്ള മാറിയിട്ടുണ്ട്. ഇതല്ലല്ലോടെ എൻ്റെ ഷർട്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്തോ ആവുന്നതെന്ന്. ഗൈസ്, നമ്മളെ ഗണ്ണൊക്കെ കൊണ്ട് എൻ്റെ മോണെ വെടിയൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. എന്തായാലും നൈസ് ആനിമേഷൻ കേട്ടോ ഗൈസ്, എനിക്കിഷ്ടപ്പെട്ട്. ഓക്കെ, ആരാണ്ടൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെന്താണ് ഇവനിങ്ങനെ ഇരിക്കുന്നത്? ഡാഡാ പോയി നോക്കടാ അവന്മാരെയൊക്കെ. അവനാണെങ്കിൽ സൂചിച്ചിരിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ആദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. അമ്പട കുണുസു, നീ എന്തിരി കാണിക്കണേ? ഇനിയിപ്പോൾ കണ്ടോ ഇരിക്കുന്നത്? തോന്നുന്നു റിയൽ അല്ലെന്ന്. നോക്കെ നമ്മൾ കണ്ട് ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, അതെ, ഒരാളെ നമ്മളെ കണ്ടുപിടിച്ച്. ഇനിയും ബാക്കിയുള്ളവരൊക്കെ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കട്ടെ. തോക്കിൻ്റെ ആ ഒരു തടിവാമ തൂരിയെടുക്കുകയാണല്ലോ ഇവൻ. കൊള്ളാം കേട്ടോ ആള്. ഓക്കെ, അപ്പം മാജിക്കാരനാണെന്ന് തോന്നുന്നു ഗൈസ് നമ്മൾ. ഓക്കെ, നമുക്കപ്പോൾ കണ്ടപ്പോഴും ഓടി നോക്കാം ഇവിടെ വന്നിട്ട് കിട്ടുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടൊരു ചേച്ചി ഓടി പോകുന്നു, മറ്റേ തുള്ളിച്ചടി കളിക്കുന്ന ചേച്ചി. ഓക്കെ, ഇവിടെ ആയിട്ടാണ് എന്നോട് ശബ്ദം കേൾക്കുന്നത്. ഇവിടെ നിന്നൊക്കെയോ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് കാണാനും പറ്റുന്നില്ല. നിങ്ങൾ അവിടെ നിന്നാടാ ശബ്ദം ഉണ്ടാക്കുന്നത്? തോട്ടത്തോട്ട് പിറ്റിയിടകത്തു നിന്നൊക്കെ വരുന്നു. ഇതൊക്കെ ഏത് സ്ഥലത്തുനിന്ന് വരുന്നത്? ഏതൊക്കെ സ്ഥലത്തു നിന്നാടാ ഇവന്മാർ വിസിലടിക്കുന്നത്? എൻ്റെ പൊന്നടാവേ, ഇതാടാ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നു. ഫ്രീ ഫയറിനാണല്ലോ ഇതിനെക്കാട്ടിലും നല്ലത്. എൻ്റെ പൊന്നടാവേ, എത്ര പേരടാ ഇത്? എൻ്റെ പൊന്നെ, ഞാൻ മടുത്ത് കേട്ട. ഇത്ര നേരിട്ട് വെടിവെച്ചോണ്ടിരിക്കുമെന്നറിയോ? ഒരുത്തനെ പോലും ഇതുവരെയായിട്ട് കിട്ടിയില്ല. നിങ്ങളൊക്കെ എവിടെ നിന്നാടാ വിസിലടിക്കുന്നിട്ട് പറഞ്ഞാടാ. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ കളന്ന് വെടിവെച്ചോണ്ടിരിക്കുക. എവിടെ നിന്നൊക്കെയാണ് ശബ്ദം വരുന്നത്? ഫ്രീ ഫയറിനെക്കാട്ടിൽ കസ്റ്റോഡിലൂടെ ഇത്. ഫ്രീ ഫയറിനെ കുറ്റം പറയില്ല കിസ്. ഇതാ പൊന്നെ, എവിടെ നിന്നൊക്കെയാണ് വിസിലടിക്കില്ല? പതുക്കെ വിസിലടിക്കടാ അങ്ങോട്ട്. എൻ്റെ പൊന്നെ, സമയം കഴിയാറായപ്പോഴത്തേക്ക് ഓരോരുത്തരന്മാർ വിസിലടിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ കളി തോക്കും കേട്ടോ. ഓക്കെ, പറയേണ്ട കാര്യമില്ല. കളി ഇതാ തോറ്റ് പോവും. ഇപ്പോൾ പോവും. എനിക്ക് ഇവിടെ നിന്നാടാ വിളിക്കുന്നത് ഇവന്മാർ. 2000 years later. ആദ്യത്തെ 2-3 പേരെ കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ കേസ്. ഇതുവരെയായിട്ട് വേറെ ഒരുത്തന്മാരെ കണ്ടുപിടിച്ചിട്ടില്ല. എൻ്റെ പൊന്നെ, ഇത് വിട്ടടാ നിങ്ങൾ. പെട്ടെന്നൊന്ന് പറഞ്ഞാടേ. ഇവന്മാരിത് എന്തിടാ ഇതുകൊണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ടോ? അതൊന്നും അല്ലായിരിക്കും. എൻ്റെ പൊന്നെ, ഇവന്മാർ 40 സെക്കൻഡ് ആയപ്പോഴത്തേക്കെല്ലാം നിർത്തിയല്ലോടാ. ഓടിക്കോ കണ്ടം വഴി. ഇങ്ങനെയാണെങ്കിൽ ആകെ നാണം കെടുവില്ല. തൊട്ടേ എവിടെ നിന്നൊക്കെ വിസിൽ വരുന്നുണ്ട്, പുറകീന്ന് മുന്നീന്ന്. എൻ്റെ പൊന്നെ ഗൈസ്, ഇത് നമ്മൾ കളി തോക്കുമെന്ന് തോന്നാണ്ട്. 26-27 സെക്കൻഡ് ആയിട്ടുണ്ട്. നമ്മളിത് കളി പൊട്ടാറായിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടി ഗൈസ്. ഇപ്പോൾ പൊട്ടും. ഇപ്പോൾ നമ്മൾ പൊട്ടി കേട്ടേ. 16 സെക്കൻഡൊക്കെ. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യം. ഉമ്മാരി എവിടൊക്കെയാണ് ഗൈസ് ചെന്ന് ഒളിച്ചിരിക്കുന്നത്? എൻ്റെ പൊന്നെ, ഞാൻ വേർത്ത് ഒലിച്ച് വിടിരുന്ന്. ഓക്കെ, ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നമ്മളെന്താണ്ടപ്പം തോറ്റിട്ടുണ്ട്. നിർത്തത്തുനിന്നൊക്കെ ചാടിയൊക്കെ ഇരുന്നോണ്ടൊക്കെ ചാടുന്നു ഒരുത്തൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ ഗെയിം അവിടെ വൈൻഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രസിക്കണമെന്നുമായിട്ടുള്ള വേറെ ആരെ കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. എന്തായാലും നമ്മൾ ഇത്ര കളിച്ചു ഗൈസ്.
അപ്പം നമ്മൾ സീക്കറായിട്ട് കളിച്ചപ്പം ചെറുതായിട്ടൊന്ന് തോറ്റായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കുഴപ്പമില്ല അങ്ങനെ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗൈസ്. അതിൻ്റെ ഗൈസ് നമ്മളെ റോബ്ലോക്സിൻ്റെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും ഗൈസ്. പിന്നെ ചാനൽ ആരോട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.